കേരളത്തിൽ വീണ്ടും LDF സർക്കാർ അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ച് ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ ഫലം. വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും LDF അപ്രമാദിത്യം നിലനിർത്തുമെന്നും മധ്യ കേരളത്തിൽ മാത്രം UDFന് മുൻതൂക്കമെന്നുമാണ് സർവേ ഫലം. ഓരോ ജില്ലകളിൽ നിന്നും കൃത്യമായ ജനസംഖ്യാനുപാതത്തിൽ സാമ്പിളുകൾ ശേഖരിച്ചാണ് സർവേ തയ്യാറാക്കിയത്. കേരളം ആര് ഭരിക്കുമെന്ന ന്യൂസ് മലയാളം പ്രീ പോൾ സർവേയിലെ ഫലം എന്തെന്നറിയാം. കേരളത്തിൽ മൂന്നാമതും ഇടത് സർക്കാർ തന്നെ അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ച ന്യൂസ് മലയാളം മെഗാ പ്രീ പോൾ സർവേ ഫലം. LDFന് 78 മുതൽ 90 വരെ സീറ്റ് നേടാനാകുമെന്നാണ് പ്രവചനം. UDF 50 മുതൽ 62 സീറ്റ് വരെയും NDA 0 മുതൽ 5 വരെയും സീറ്റുകൾ നേടുമെന്നും പ്രീ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു. മുന്നണികൾ നേടുന്ന സീറ്റുകൾക്ക് പുറമെ ഓരോ മുന്നണിയും എത്ര ശതമാനം വോട്ട് നേടുമെന്നും ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ പ്രവചിച്ചു. LDF 43.2% മുതൽ 45.8% വരെയും UDF 40% മുതൽ 42.2% വരെയും NDA 11.8% മുതൽ 14.2% വരെയും വോട്ട് നേടാമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. മറ്റുള്ളവർ 1.2% മുതൽ 2% വരെ വോട്ടുകൾ നേടിയേക്കുമെന്നും സർവേ പറയുന്നു. സംസ്ഥാനത്തെ ഓരോ മേഖലയിലും മുന്നണികൾ എത്ര സീറ്റുകൾ നേടുമെന്നും എത്ര ശതമാനം വോട്ട് നേടുമെന്നും ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ പ്രവചിച്ചു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള വടക്കൻ കേരളത്തിൽ LDFനാണ് മുൻതൂക്കം. ആകെയുള്ള 60 സീറ്റുകളിൽ LDF 31 മുതൽ 37 വരെ സീറ്റ് നേടുമെന്നും UDF 23 മുതൽ 29 വരെ സീറ്റ് നേടുമെന്നും സർവേ ഫലം പറയുന്നു. വടക്കൻ കേരളത്തിൽ NDA 2 സീറ്റ് വരെ നേടാമെന്നും സർവേയിലുണ്ട്. തൃശൂർ മുതൽ കോട്ടയം വരെയുള്ള ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ UDFനാണ് മേൽക്കൈ. മധ്യ കേരളത്തെ ആകെയുള്ള 41 സീറ്റുകളിൽ UDF 21 മുതൽ 25 വരെയും LDF 16 മുതൽ 20 വരെയും സീറ്റുകൾ നേടുമെന്നും സർവേ ഫലം പറയുന്നു. പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ കേരളത്തിൽ LDF വലിയ മേൽക്കൈ നേടിയേക്കുമെന്നും പ്രീ പോൾ സർവേ ഫലം പറയുന്നു. ആകെയുള്ള 39 സീറ്റുകളിൽ 31 മുതൽ 33 സീറ്റ് വരെ LDF നേടുമെന്നും UDF 6 മുതൽ 8 സീറ്റ് വരെ മാത്രം നേടുമെന്നുമാണ് സർവേ ഫലം. തെക്കൻ ജില്ലയിൽ LDA 2 സീറ്റ് വരെ നേടിയേക്കാമെന്നും സർവേ ഫലത്തിലുണ്ട്. സ്ഥാനാർത്ഥിയുടെ പ്രകടനം, രാഷ്ട്രീയ നിലപാട്, സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം, പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങിയ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളെല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. കൃത്യമായ ലിംഗാനുപാതവും മതാനുപാതവും സാമുദായിക അനുപാതവും പ്രായപരിധിയും അനുസരിച്ചാണ് ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.